ഹായ്, വെൽക്കം. ഗ്രാമറിൻ്റെ ചെറിയ പാർട്ടുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, നൗൺ, വേർബ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, അതുപോലെ നൗൺ, പ്രൊനൗൺ. ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ നൗണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നൗൺ എന്താണ്? നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ ഓർ എ പ്ലേസ് ഓർ എ തിങ്. ഒരു വസ്തുവിൻ്റെയോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരായിരിക്കും നൗണ്. അതുപോലെ അതിൻ്റെ കൂടെ വരുന്ന മറ്റൊന്നാണ് പ്രൊനൗൺ. വാട്ട് ഈസ് പ്രൊനൗൺ? നമ്മൾ പറഞ്ഞിരുന്നു, റിയ ഈസ് എ സ്റ്റുഡൻറ്റ്, ഷീ കംസ് ഫ്രം കാലിക്കറ്റ് എന്നൊക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രൊനൗണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് പ്രൊനൗൺ എന്ന്. മനസ്സിലായി കാണും. നൗൺസിന് പകരം അതിൻ്റെ റെപ്യൂട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രൊനൗണുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. They will go to playgrounds. They will go to playgrounds after study. They will go to playgrounds after study or after some time, after this period or at interval എന്നൊക്കെ നമ്മൾ പറയുകയാണ്. സോ സ്റ്റുഡൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. സ്റ്റുഡൻസ് വിൽ ഗോ ടു പ്ലേഗ്രൗണ്ട്. ഇങ്ങനെ പറയുന്നതിന് പകരം സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ദേ വിൽ ഗോ ടു പ്ലേഗ്രൗണ്ട്. സോ ദാറ്റ് ദേ ഈസ് എ പ്രൊനൗൺ. ദേ ഈസ് എ പ്രൊനൗൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്നതിന് പകരം നമ്മൾ ദേ എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ദേ ആവാം, അതുപോലെ തന്നെ മറ്റൊരുപാട് വാക്കുകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഷീ, ഹി, ഇറ്റ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെയാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് സം മോർ എക്സാമ്പിൾസ്. കുറച്ചുകൂടെ സെൻറ്റൻസുകൾ നമുക്ക് പറഞ്ഞു നോക്കാം. ബാബു സെഡ് ദാറ്റ്. ബാബു സെഡ് ദാറ്റ് ഹി വാസ് എ ഗുഡ് സ്വിമ്മർ. ബാബു സെഡ് ദാറ്റ് ഹി വാസ് എ ഗുഡ് സ്വിമ്മർ. ബാബു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹി വാസ് എ ഗുഡ് സ്വിമ്മർ. ബാബു ഒരു നല്ല സ്വിമ്മറാണെന്ന്, നല്ല നീന്തൽക്കാരനാണെന്ന് ആര് പറഞ്ഞു? ബാബു പറഞ്ഞു. ബാബു സെഡ് ദാറ്റ് ഹി വാസ് എ ഗുഡ് സ്വിമ്മർ. ബാബു നന്നായി നീന്തുന്നയാളാണ്. ആരാണ് പറഞ്ഞത്? ബാബു. സോ ബാബു സെഡ് ദാറ്റ് ബാബു ഈസ് എ ഗുഡ് സ്വിമ്മർ എന്നതിന് പകരം നമ്മൾ എന്ത് പറയുന്നു? ബാബു സെഡ് ദാറ്റ് ഹി വാസ് എ ഗുഡ് സ്വിമ്മർ. ഓക്കെ. വെൻ ബിബു ഹിറ്റ് ദ ഡോഗ്. വെൻ ബിബു ഹിറ്റ് ദ ഡോഗ് ഇറ്റ് ബിറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. വെൻ ബിബു ഹിറ്റ് ദ ഡോഗ് ഇറ്റ് ബിറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. ബിബു ഡോഗിനെ ഹിറ്റ് ചെയ്തപ്പോൾ ഡോഗ് എന്ത് ചെയ്തു? ഇറ്റ് ബിറ്റ് ഹിം. ഇറ്റ് ബിറ്റ് ഹിം. ഇറ്റ് എന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇറ്റ് ബിറ്റ് ഹിം. ഇറ്റ് ബിറ്റ് ഹിം മീൻസ് ഡോഗ് ബിറ്റ് ഹിം. ഡോഗ് ബിറ്റ് ഹിം. ബിറ്റ് എന്നത് ബൈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് രൂപമാണ്. ഇറ്റ് ബിറ്റ് ഹിം. ഡോഗ് ബിറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. അതിൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് ബിബുവിനെ കടിച്ചു. റൈറ്റ്. വെൻ ബിബു ഹിറ്റ് ദ ഡോഗ് ഇറ്റ് ബിറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. അപ്പോൾ അവിടെ ഇറ്റുണ്ട്, ഹിം ഉണ്ട്, ഇറ്റ്സ്. ബാബുവിനെ എന്നതിന് പകരം ഡോഗ് ഹിറ്റ്സ് ബാബു വിത്ത് ഡോഗ്സ്
എന്നൊക്കെ പറയുന്നതിന് പകരം ഇറ്റ് ബിറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. ഇറ്റ് ബിറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. ഇറ്റ് ബിറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. റൈറ്റ്? ഇത്രയേ ഉള്ളൂ അത്. വെൻ ബിബു ഹിറ്റ് ദ ഡോഗ് ഇറ്റ് ബിറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. ബാബുവിനെ നായയുടെ മൂർച്ചയുള്ള പല്ലുകൊണ്ട് കടിച്ചു. റൈറ്റ്? അപ്പോൾ അവിടെ ഹിമ്മുണ്ട്, ഇറ്റ് ഉണ്ട്, ഇറ്റ്സ് ഉണ്ട്. ഇതെല്ലാം പ്രൊനൗണുകളാണ്. ഓക്കെ, വൺ മോർ സെൻറ്റൻസ്. റിയ ടോൾഡ് ഹെർ പാരൻസ് ദാറ്റ് ദേ ഷുഡ് നോട്ട് ഫോഴ്സ് ഹെർ ടു മാരി ഷാജി. റിയ ടോൾഡ് ഹെർ പാരൻസ് ദാറ്റ് they should not force her to marry ഷാജി. റിയ അവളുടെ പാരൻസിനോട് എന്തു പറഞ്ഞു? ഷാജിയെ വിവാഹം ചെയ്യാൻ അവളെ നിർബന്ധിക്കരുത്. അപ്പോൾ ഇങ്ങനെ റിയ എന്നും അതുപോലെ അവരുടെ പാരൻസ് എന്നുമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഹെർ എന്നും ദേ എന്നുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. റിയ ടോൾഡ് ഹെർ പാരൻസ് ദാറ്റ് ദേ ഷുഡ് നോട്ട് ഫോഴ്സ് ഹെർ ടു മാരി ഷാജി. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോനൗണുകളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ, മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും. ദിസ് ഈസ് വെരി ബേസിക്. സോ വാട്ട് ഈസ് പ്രൊനൗൺ? പ്രൊനൗൺ ഈസ് എ വേർഡ് used instead of noun. Used instead of a noun. Pronoun is a word used instead of a noun to avoid the repetition again and again. പിന്നെയും പിന്നെയും വരുന്ന ആവർത്തനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രൊനൗൺ. ഓക്കെ, ഗോട്ട് ദി ഐഡിയ? ഹോപ്പ് സോ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.